വാർത്തകൾ തുടരുന്നു. ആഘോഷം വെഞ്ചാമരം വീശുന്ന കുരുമ്പക്കാവിൽ മൂന്നാം താലപ്പൊലിനാളിൽ മധുരപ്പുറം കണ്ണൻ കൊടുങ്ങല്ലൂരമ്പയുടെ കോലമേന്തി. ഉച്ചയ്ക്ക് 2-ന് തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ നടയിൽ നിന്നും പതിവ് പോലെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 9 ആനകൾ അണിനിരന്ന എഴുന്നള്ളിപ്പിന് വൈക്കം കുട്ടൻ, കൂഴൂർ നാരായണൻ നമ്പീശൻ എന്നിവർ നേതൃത്വം നൽകിയ പഞ്ചവാദ്യം അകമ്പടിയേകി. ക്ഷേത്രാങ്കണത്തിലെ ആനപ്പന്തലിൽ കൊമ്പന്മാർ നിരന്നപ്പോൾ പഞ്ചവാദ്യം മേളത്തിന് വഴിമാറി. പെരുവനം സതീശന്മാരാർ, പെരുവനം പ്രകാശൻ, പെരുവനം ശങ്കരനാരായണൻ എന്നിവർ ചെണ്ടമേളം നയിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം 1001 കതിനവെടിയും കരുമരുന്ന് പ്രയോഗവും നടന്നു. കയ്പമംഗലം ദേവമംഗലം ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ 5ാം ദിവസമായ വ്യാഴാഴ്ച വലിയ ബലിക്കല്ല് പ്രതിഷ്ഠ നടന്നു. ഇതിനു മുന്നോടിയായി ഗണപതി ഹോമം, മുളപൂജ എന്നിവ നടത്തി. രാവിലെ 9:30 നടന്ന ചടങ്ങിൽ കൊടിമരം, ധ്വജനിർമ്മാതാവ് വിഷ്ണുവിൽ നിന്നും ബലിക്കല്ലുകൾ വിജയൻ ശില്പിയിൽ നിന്നും ക്ഷേത്രം പ്രസിഡന്റ് ജയറാം പുല്ലറക്കാട്ട്, ബൈജു നെല്ലിക്കത്തറ, ഡോക്ടർ EP ജനാർദ്ദനൻ എന്നിവർ ഏറ്റുവാങ്ങി. തുടർന്ന് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻ കുട്ടിശാന്തി ബലിക്കല്ല് പ്രതിഷ്ഠയും കലശാഭിഷേകവും നടത്തി. വെള്ളിയാഴ്ചയാണ് ധ്വജപ്രതിഷ്ഠാ മഹോത്സവം. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ഏറ സമാജം ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവവും ലളിത സഹസ്രനാമജ്ഞാന സത്രവും ഈ മാസം 18 മുതൽ 22 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജ്ഞാനസത്രം 1-ാം ദിവസം രാവിലെ വിവിധ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി നയിക്കുന്ന പ്രഭാഷണം നടക്കും. 2-ാം ദിവസം തന്ത്ര ഉപാസനയെ ആസ്പദമാക്കി VB മാധവൻ നമ്പൂതിരിയും 3-ാം ദിവസം ഡോക്ടർ M ലക്ഷ്മികുമാരിയും പ്രഭാഷണങ്ങൾ നടത്തും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുമേഷ്, TK സുധീഷ്, പ്രതാപൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചമയകലയിലെ സ്ത്രീ സാന്നിധ്യമായ ചന്ദ്രാപിന്നി സ്വദേശി ഷഫീന ഈ വർഷത്തെ ടെലിവിഷൻ പ്രോഗ്രാംസ് പ്രൊമോഷൻ കൗൺസിലിന്റെ മാധ്യമ അവാർഡിന് അർഹയായി. വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഷഫീനയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാലിൽ നിന്നും അവാർഡും പുരസ്കാരവും. ചമയകലയിൽ നിറസാന്നിധ്യമായി പുരുഷന്മാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് സ്ത്രീകൾക്ക് ഈ മേഖലയിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് ഷഫീന. സിനിമാ രംഗത്തെ ഏറെ പ്രശസ്തനായ പട്ടണം റഷീദിന്റെയും മറ്റു ചമയകലയിലെ ശ്രദ്ധേയമായ വ്യക്തികളോടൊപ്പം പ്രവർത്തിച്ച ഷഫീന ഈയിടെ ചില സിനിമകളിലും ചമയകല നടത്തിയിട്ടുണ്ട്.
ഈ 2 വാർത്ത കൊണ്ടല്ലോ. ചളിങ്ങാട് നാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള റെക്സ് ഇന്റർനാഷണൽ വോളിബോൾ നൈറ്റ് 17-ാം തീയതി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് PA അബൂബക്കർ ഹാജി പതാക ഉയർത്തി. PK നാസർ, TS നജീബ്, ഷാജഹാൻ, PA ഇല്യാസ്, മുഹമ്മദ് സഗീർ, അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. 17-ന് KP ധനപാലൻ MP വോളിബോൾ മേള ഉദ്ഘാടനം ചെയ്യും. കയ്പമംഗലം MLA VS സുനിൽകുമാർ അധ്യക്ഷനാകും. ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കർ മുഖ്യാതിഥിയായിരിക്കും. 3000 പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന തരത്തിലുള്ള ഗാലറിയാണ് തയ്യാറാക്കുന്നത്. 16 ഫ്ലഡ് ലൈറ്റുകൾ വെളിച്ചം വിതറും. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ക്ലബ്ബ് താരങ്ങൾ പങ്കെടുക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രഗത്ഭ ടീമുകൾ, വനിതാ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് എന്നീ ടീമുകളുടെ പ്രദർശന മത്സരവും നടക്കും. കയ്പമംഗലം അയിരൂർ പടിഞ്ഞാറ് ഭാഗം തറയിൽ പരേതനായ വേലായിയുടെ ഭാര്യ മാളു നിര്യാതയായി. 90 വയസ്സായിരുന്നു. പ്രഭാകരൻ, വിശ്വംഭരൻ, രാധ, രമണി, പരേതനായ സുധാകരൻ എന്നിവർ മക്കളും, ബേബി, ഭവാനി, സത്യൻ, അശോകൻ, അംബുജ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17-ൽ കയ്പമംഗലം 3 പീടികയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. CPI വില്ലേജ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി കയ്പമംഗലത്ത് കാൽനട പ്രചരണ ജാഥ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ 3ാം താളപ്പൊലിക്ക് വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.